അച്ഛാ, അച്ഛൻ വീട്ടിലേക്കാണോ? അതെ. എങ്കിൽ വരൂ. വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ചോളാം. ഞാൻ വീട്ടിലേക്കാ പോകുന്നേ. അച്ഛന് കൂടെ വന്ന എന്താ? സാരെങ്കിൽ വെക്കുള്ളൂ. അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അവഗണിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് അവഗണിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിന് മാത്രം എന്താ കുഴപ്പം? അച്ഛാ പ്ലീസ്, വണ്ടിയിൽ കയറ്. എനിക്ക് സഞ്ചരിക്കാൻ ഒരു ഓട്ടോറിക്ഷ ധാരാളം. കൂടുതൽ സൗജന്യങ്ങൾ പറ്റാതിരിക്കുന്നതാണല്ലോ നല്ലത്. എങ്കിൽ സൗജന്യമാക്കണ്ട, ഓട്ടോറിക്ഷയുടെ പണം എനിക്ക് തന്നോളൂ. അപ്പോൾ തീർന്നല്ലോ. അച്ഛൻ വരൂ, നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. അതെ, ഈ കാര്യം എങ്ങനെ പരിഹരിക്കാനാ ഉദ്ദേശിക്കുന്നത്? അറിയില്ല, ഗംഗാധരൻ കൂടി വരട്ടെ. ഉറക്കെ സംസാരിച്ച കുടുംബത്തിന് നാണക്കേടാ. എങ്ങനെങ്കിലും ഒതുക്കി തീർത്തേ പറ്റൂ. എങ്കിലും അവൻ കാണിച്ചത് എന്ത് ക്രൂരതയായിപ്പോയി. സത്യം പറഞ്ഞ അവളുടെ മുഖത്ത് നോക്കാൻ തന്നെ നാണക്കേട് തോന്നുക. വിഡ്ഢി, ഇത്രയും നന്മയൊന്നും അവൻ അർഹിക്കുന്നില്ല. അവൻ വെറും ഒരു കച്ചവടക്കാരനാ. ഒരു മിനിറ്റ്. ഓട്ടോയുടെ കാശ വേണ്ട അച്ഛാ. കണക്കുകളെല്ലാം കൃത്യമായിരിക്കണം. എനിക്ക് സൗജന്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വണ്ടി കയറിയത്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? കുറച്ചു സമയമായി. അല്ല, അച്ഛനും അമ്മ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അകത്തിരിക്കാനുള്ള സമാധാനം നീയായിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ടല്ലോ. മോളെവിടെ? ഞങ്ങൾ വരുമ്പോ മോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരോടും അവളോട് സംസാരിക്കുകയും ചെയ്തു. അതിനിടയിൽ ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വന്നു. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയിരിക്കുക. ഗംഗാധരേട്ടാ, കേട്ട കാര്യം നമ്മളെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്നതാ. പക്ഷെ നമ്മുടെ കുടുംബം, കുട്ടികളുടെ കാര്യം പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ തല താഴ്ത്തണം, എന്റെ മോളെ നിശബ്ദയാക്കണം അല്ലേ? ഗതിയില്ലാത്തവന്റെ മേൽക്കുപ്പായം ഞാൻ അഴിച്ചു വെക്കുക ജഗന്നാഥ. എന്റെ മോൾക്കിപ്പോ ആവശ്യം ഒരു തണല. അത് കൊടുക്കാൻ അവളുടെ അച്ഛനായി എനിക്ക് സാധിക്കും. ഞാൻ വന്നത് ആ ഉദ്ദേശത്തോടെ തന്നെയാണ്. ചാവാനിനി അധികം ദൂരമൊന്നുമില്ല. പക്ഷേ ചത്തുപോകുന്നതിന് മുമ്പ് അവൾ ജീവിക്കും എന്നൊരു ഉറപ്പ് എനിക്ക് വേണം. അതുണ്ടാക്കിയിട്ടേ ഞാൻ പോവൂ. എനിക്ക് അങ്ങോട്ട് കയറി വരാമോ മോളെ? വരൂ ഫാദർ. ഫാദർ ഇരിക്കെ. എന്തുപറ്റി ഈ വഴിക്ക്? കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അസുഖമൊന്നുമില്ല. അരുൺ എവിടെ പോയി? അറിയില്ല ഫാദർ. അവനിവിടെ ഉണ്ടായിരുന്നില്ലേ? ആ, ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. അവൻ എന്നോട് അത്യാവശ്യമായി ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞതാ. അവനെ കാണാനല്ല, മൈഥിലിയെ കാണാൻ. സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞ എൻ്റെ കുഞ്ഞ് കരയുകയായിരുന്നു. ആശ്വസിപ്പിക്കാൻ ഞാനും ഒരുപാട് ബുദ്ധിമുട്ടി. അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച തെറ്റ് നിസ്സാരമല്ല. പക്ഷെ 2-3 ദിവസമായി അവൻ്റെ മാനസിക നില ശരിയല്ല. അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ ഒരു ജോലിക്ക് വരരുതല്ലോ. മൈഥിലി പറയുന്നത് ന്യായമാണ്. പക്ഷെ സ്വന്തം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. മൈഥിലി കാണിക്കുന്ന അകൽച്ച അവനെ വല്ലാതെ പേടിപ്പിക്കുന്നു.
കാരണം എന്താണെന്ന് അവൻ അറിയില്ല, എനിക്കും ധാരണയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ കുട്ടിയുടെ മനസ്സൊന്ന് നേരെയാക്കാൻ മൈഥിലിയുടെ ഒരു വാക്ക് മതിയാവും. അവൻ അത്രയ്ക്ക് വില കൽപ്പിക്കുന്നുണ്ട്. സോറി ഫാദർ. ഇത്തരം വീഴ്ച സംഭവിക്കുന്നത് അരുണിനല്ല, മറ്റേതൊരു ഡോക്ടറിൽ നിന്നായാലും എൻ്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെയായിരിക്കും. അത് അരുണിനും വ്യക്തമായിട്ട് അറിയാം. എനിക്കവനെ നന്നായിട്ട് ഉപദേശിക്കാൻ പറ്റും. പഠിക്കുന്ന കാലത്തും അത് കഴിഞ്ഞു. അക്കാര്യത്തിൽ എനിക്കവനെ നന്നായിട്ട് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ മൈഥിലിയെ കണ്ട കാലം മുതൽ അവൻ്റെ പരാതികൾ പറയുന്നതും പ്രതീക്ഷകൾ പറയുന്നതും ഒക്കെ മോളോടാണ്. അല്ല, പെട്ടെന്ന് അതിനൊരു തടസ്സം സംഭവിക്കുമ്പോൾ ആരായാലും ഒന്ന് പകച്ചു പോകില്ലേ? ശക്തമായൊരു കാരണമില്ലാതെ മൈഥിലി ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ കാരണം എൻ്റെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്ന എന്തെങ്കിലും ഒരു തെറ്റാണെങ്കിൽ കർത്താവിനെ ഓർത്ത് മോൾ അതങ്ങ് പൊറുക്കണം. അതെൻ്റെ ഒരു അപേക്ഷയാണ്. ഫാദർ, ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ സങ്കടം തുറന്നു പറയുന്നതും ആശ്വാസം തേടുന്നതും ഫാദറിനെ പോലെയുള്ളവരുടെ മുന്നിലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒന്നും ഉറക്കെ പറയാനുള്ള അവസ്ഥയിലല്ല. അത് ഫാദറിനെ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്കിനി പഴയതുപോലെ ആവാൻ പറ്റില്ല പല കാര്യങ്ങളിലും. ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ അവഗണിക്കേണ്ടി വന്നേക്കും. അതിന് ഫാദറിനോട് ക്ഷമ പറയാൻ എനിക്ക് പറ്റൂ. ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ചിലപ്പോൾ അവൻ വീട്ടിലെത്തി കാണും. ഫാദർ, അരുണിനെ വളർത്തിയത് ഫാദറാ. ഞാൻ ഇടയിൽ വന്ന് കയറിയ ആളാ. ഞാനൊരു പക്ഷെ പിൻവാങ്ങിയാലും അരുണിനെ ആശ്വസിപ്പിക്കാനും മുന്നോട്ട് നയിക്കാനും ഫാദറിന് കഴിയണം. ചിലപ്പോ എൻ്റെ തോന്നലാവാം. മൈഥിലി കുറെ ദൂരെ നിൽക്കുന്നത് പോലെ, അന്യനായ ഒരാളോട് സംസാരിക്കുന്നത് പോലെ. അത് ചിലപ്പോ മോളുടെ മാനസികാവസ്ഥ ഉണ്ടാവും. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ മോളെ. സോറി ഫാദർ. നോ പ്രോബ്ലം. കർത്താവ് മോളെ അനുഗ്രഹിക്കട്ടെ. മക്കള് രണ്ടുപേരും പോയി കിടന്നോ? ഇവരെന്തിനാ ഈ കൂട്ടത്തിൽ നിൽക്കുന്നേ? മക്കൾ അവിടെ തന്നെ നിൽക്കട്ടെ. കേൾക്കാനുള്ളതെല്ലാം അവർ കേട്ട് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ മറച്ചു വയ്ക്കാനൊന്നുമില്ല. തീരുമാനം എന്തൊക്കെ ആയാലും അത് അവർക്കും കൂടി ബാധകമല്ലേ? സാരംഗേ, ഇപ്പൊ നമ്മളിവിടെ ഒന്നിച്ചു നിൽക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങള് എന്നേക്കുമായി തീർക്കണം എന്ന ഉദ്ദേശത്തോടെയാ. മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി അത് പറ്റില്ല. മൈഥിലി മോളെ കുറിച്ച് നീ ഒരു കാര്യം പറഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. അവളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാ. അതുകൊണ്ട് ആ രീതിയിലൊരു തോന്നല് നിനക്ക് എങ്ങനെ ഉണ്ടായി? നീ എല്ലാവരോടും പറഞ്ഞേ പറ്റൂ. അത്തരം ചർച്ചയൊന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താ താൻ ഉദ്ദേശിക്കുന്നത്? അന്തസ്സായിട്ട് ജീവിക്കുന്ന എന്റെ മോളെ അപമാനിക്കാമെന്ന് എന്റെ പരമാവധി അപമാനിച്ചിട്ട് അതിന്റെ കാരണം പറയാതെ ഇറങ്ങി പൊക്കളയാന്ന് വിചാരിച്ചോ? പറഞ്ഞേ പറ്റൂ. നീ ഇതിനാ പറയാൻ മടിക്കുന്നേ? ഇത്രത്തോളം എത്തിച്ചത് ഞങ്ങളാരുമല്ല, നീ ഒരാളാ. അപ്പൊ പിന്നെ നിന്റെ മനസ്സിലുള്ള കാര്യം നീ തുറന്നു പറഞ്ഞേ പറ്റൂ. പറയാനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യ. ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉൾക്കൊള്ളാനാവാത്ത കാര്യമാണത്. ഭാര്യയുടെ കാമുവിനെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒന്നും എനിക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ. ഗംഗാധര, ഒരു മിനിറ്റ്. മോളെ മൈഥിലി, ഇക്കാര്യത്തിൽ നിനക്കെന്താ പറയാനുള്ളത്? എല്ലാവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സാരംഗും എൻ്റെ മക്കളും അല്ലാതെ
എന്റെ ഒരു ചിന്തയിൽ പോലും ആരും സ്പർശിച്ചിട്ടില്ല. ഇതാണ് എന്റെ സ്വർഗം എന്ന് കരുതി ജീവിച്ചോളാം ഞാൻ. സാരെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതിന്റെ കാരണം എനിക്കറിയണം. അതിന്റെ തെളിവ് എനിക്ക് കിട്ടണം. അമ്മ എന്തിനാ അരുണങ്ങൾ പാതിരാത്രി പോലും വിളിക്കുന്നേ? അരുണങ്ങൾ ഒരു ഫംഗ്ഷന് പോകുന്നെങ്കിൽ പോലും ഏത് ഷർട്ട് ഇടണോന്ന് അമ്മയോടല്ലേ ചോദിക്കുക? എന്തിനാ അത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോള് തന്നെ ഇത് ചോദിക്കണമെന്ന് അച്ഛൻ പറഞ്ഞോ? ഇതിന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് നല്ല ബോധമുണ്ട്. അതിന്റെ തെളിവാ. അരുണിന്റെ കാര്യത്തില് അവനെ ഞാൻ എങ്ങനെ കാണുന്നു, അവൻ എന്നെ എങ്ങനെ കാണുന്നു അച്ഛനും അമ്മയ്ക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അവന് ഞാനൊരല്പം സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ചങ്കൂറ്റത്തോട് തന്നെ പറയും, അവൻ എന്റെ ആങ്ങളെയാ. ആങ്ങളെ പോലെയല്ല, ആങ്ങളെ തന്നെയാ. അതിനെ സംശയ കണ്ണുമായിട്ട് കാണുന്നവരുമായിട്ട് ഇനി ഒരു ബന്ധവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, അച്ഛൻ കാണാപ്പാടം പഠിപ്പിച്ചെന്ന വാക്കുകളുമായിട്ട് എന്റെ മോളെ ആക്രമിക്കാമെന്നൊന്നും കരുതണ്ട. അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്നോണം, കേട്ടല്ലോ? സാരംഗേ, നിന്റെ തീരുമാനം പറ. ഇതിനപ്പുറം എന്റെ തീരുമാനം അന്വേഷിക്കുന്ന എന്തിനാ? എനിക്ക് വേണ്ട, കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് എന്നേ ഞാൻ പറഞ്ഞതാ. ഇറങ്ങിക്കോട്ടെ, ഇറങ്ങിപ്പോയിക്കോട്ടെ. ഞാൻ ഇറങ്ങില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്കെന്റെ മക്കളോടൊപ്പം ജീവിക്കണം. ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റവും. ഇറക്കി വിടാൻ ഞാൻ തീരുമാനിച്ച അത് പറ്റില്ലെന്നുണ്ടോ? അങ്ങനെ അങ്ങ് വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ സാരംഗേ? പിന്നെന്താ, കണക്ക് പറയണോ? കണക്ക് പറയേണ്ടത് ഞാനല്ലേ? ഏത് കണക്കിന്റെ ഉത്തരവാ നിനക്ക് അറിയേണ്ടത്? ഞാനത് വിശദീകരിച്ചു തരാം. ഈ വീട്ടിൽ നിൽക്കാൻ എന്റെ മകൾക്ക് ഏതൊക്കെ രീതിയിൽ അവകാശമുണ്ടെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. എന്താ ചെയ്യുന്നതാ? ചില കണക്കുകളൊക്കെ നമ്മൾ തമ്മിലാണല്ലോ. നമ്മൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തുടങ്ങണം. വേണ്ട സാരംഗേ, മൈഥിലി തീരുമാനിക്കുന്നിടത്തോളം അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് വിലക്കാനോ അവളെ ദ്രോഹിക്കാനോ എന്തെങ്കിലും നീക്കം നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ നിയമത്തിന്റെ മുമ്പില് നിന്റെ അച്ഛനും അമ്മയും നിനക്കെതിരായിരിക്കും. ഓ, അപ്പൊ എല്ലാരും കൂടെ തീരുമാനിച്ച് എന്നെ ഈ ചക്രവ്യൂഹത്തിന് നടുവിലേക്ക് കൊണ്ട് നിർത്തിയതല്ലേ? അതെ, എന്റെ മകൾക്ക് നേരെ നീ കൈ ചൂണ്ടുമ്പോ അവൾക്ക് ചോദിക്കാനും പറയാനും നാക്കിനും കൈക്കും ബലമുള്ള ആരുമില്ലെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു നിനക്ക്. അത് ഇവിടെ വെച്ച് തിരുത്തിക്കോണം. എന്റെ മോളെ സംരക്ഷിക്കാനുള്ള അത്യാവശ്യം മനോബലമൊക്കെ എനിക്കുണ്ട്. എനിക്കിനി എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. യുദ്ധം വന്നാ അതിന് നടുവിൽ നിന്നല്ലേ പറ്റൂ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അരുണിന്റെ കാര്യം ഈ കുടുംബത്തിന്റെ അകത്ത് നമ്മൾ സംസാരിച്ചു. അത് ഇവിടെ നമുക്കുള്ളിൽ നിൽക്കണം. അല്ലാതെ സ്നേഹയോട് പറഞ്ഞതുപോലെ അത് മറ്റൊരാളോട് പറയാനോ ആരെങ്കിലും ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനോ നിന്നാ എനിക്കെന്റെ ഈ സൈലൻസ് മാറ്റേണ്ടി വരും. പിന്നെ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ഞാൻ ചെയ്തു വരും. എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത്. ഹലോ ഫാദർ. ഹലോ രംഗനാഥ, അരുൺ അങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല ഫാദർ. എന്താ? അല്ല, മൈഥിലിയോട് സംസാരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ അവനോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഞാൻ അവിടെ ചെല്ലുകയും ചെയ്തു. അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫാ. ചെറുക്കരുത് എവിടെ പോയി കിടക്കാനാവും. ഫാദർ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ടോ, വേണ്ട. താൻ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. അല്ല, സ്നേഹമോളില്ല അവിടെ? മോൾ ഇവിടെ ഉണ്ട്. എടോ, താൻ ഫോണൊന്ന് സ്നേഹമോളെ കൊടുത്തേ. ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. ഒരു മിനിറ്റ് മോളെ. എന്താ അച്ഛാ? ഫാദർ. ഹലോ ഫാദർ. മോളെ, അരുൺ നിന്നെ വിളിച്ചായിരുന്നോ? അവൻ അങ്ങോട്ടെങ്കിലും പോകുന്നതായിട്ട് പറഞ്ഞോ? ഇല്ല, എന്നെ വിളിച്ചില്ല. അല്ല, അവൻ എങ്ങോട്ടെങ്കിലും പോകുന്നതായിട്ട് ഇന്നോ ഇന്നലെ മോളോട് പറഞ്ഞിരുന്നോ? ഇല്ല ഫാദർ. ഈശ്വര, ഇനി ഞാൻ എവിടെ ചെന്ന് തിരയാൻ അവനെ? മോള് ഫോണൊന്ന് അച്ഛൻ്റെ കൊടുത്തേ. ഹലോ ഫാദർ.
അവനങ്ങനെ കാര്യമായൊരു സ്ഥലത്തും പോകാറില്ലല്ലോ. ഞാനൊന്ന് തിരക്കട്ടെ, എന്നിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി ഫാദർ. ശരി, വെച്ചോ. ഫാദർ പറഞ്ഞത് അരുണിനെ കാണാനില്ലെന്നാണ്. ഫാദർ നോക്കിയ സ്ഥലത്ത് അരുണില്ല. അതിനർത്ഥം അരുണിനെ കാണാനില്ലെന്നാണോ? പക്വത കുറച്ച് ഏറിപ്പോയിരിക്കുന്നു എനക്ക്. എന്ത് കേട്ടാലും മനസ്സ് പതറുന്നില്ല. ഭാഗ്യമാണല്ലേ മോളെ. ദിവസങ്ങൾ മാറുമ്പോൾ രീതികൾ മാറുന്നത് നിങ്ങൾക്കൊരു പക്ഷെ അലങ്കാരമായിരിക്കാം. പക്ഷേ വീട്ടിലുള്ളവർക്ക് അത് ആപത്തിന്റെ സൂചനയാണ്. അച്ഛന്റെ കണക്കൂട്ടലുകൾ വല്ലാതെ തെറ്റിച്ചു കളഞ്ഞു കേട്ടോ. ജഗന്നാഥ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് തോന്നിയോ നിങ്ങൾക്ക്? അടുത്ത് ചെന്നിരുന്ന് എൻ്റെ മോളെ എനിക്ക് ആശ്വസിപ്പിക്കാം, അവളുടെ കണ്ണീരെനിക്ക് തുടയ്ക്കാം. പക്ഷേ അതുകൊണ്ട് ഈ കാര്യത്തിനൊരു പരിഹാരമാവുന്നില്ലല്ലോ. ഗംഗാധരേട്ടൻ പറഞ്ഞതിലോ ചെയ്തതിലോ തെറ്റൊന്നുമില്ല. അവന്റെ മനസ്സിൽ എങ്ങനെയാ തെറ്റിദ്ധാരണ വന്നതെന്ന് വെച്ചാ അത് അവൻ തന്നെ തിരുത്തട്ടെ. മുറിവ് എത്ര ആഴത്തുള്ളതായാലും കാലം ഉണക്കില്ലേ? ഉണക്കും, പക്ഷെ ചില മുറിവുകൾ ഉണങ്ങില്ല. അങ്ങനെയുള്ളത് പൊറുക്കുകയില്ല. ചിലപ്പോ ആളെ തന്നെ അങ്ങ് കൊണ്ടുപോകും. എൻ്റെ മോളുടെ മനസ്സിലെ അങ്ങനത്തെ ഒരു മുറിവ് അവനുണ്ടാക്കിയത്. നാണം കെട്ട് അവൾക്ക് നിൽക്കേണ്ടി വന്നില്ലേ? അവളുടെ നിപ്പ് കണ്ടിരുന്നു. നമ്മുടെ മുമ്പില്, അവന്റെ മുമ്പില്, മക്കളുടെ മുമ്പില്. എന്തൊരവസ്ഥയായത്. ഡോക്ടർ മൈഥിലി, കൈപ്പുണ്യമുള്ള ഡോക്ടർ. ദൈവത്തിന്റെ സ്ഥാനത്ത് ഒരുപാട് പേര് കാണുന്നു. അതൊക്കെ അവൾക്ക് എല്ലാരും കൂടി കൽപ്പിച്ചു കൊടുത്ത സ്ഥാനമല്ലേ? എന്നിട്ട് ഗംഗാധര, താൻ നിയന്ത്രണം വിട്ടു പോകരുത്. എന്തായാലും ഈ ഒരു അവസ്ഥയില് പഴയതുപോലെ ഇവരെ വിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കുറച്ചു കാലം നമുക്ക് ഇവരുടെ ഒപ്പം ഉണ്ടായേ പറ്റൂ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എൻ്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് പോകാൻ പറ്റില്ല ജഗന്നാഥ. ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്ന ഒരുത്തൻ നാളെ ഇതിലും വലിയ ക്രൂരത ചെയ്യില്ല എന്നെന്താ ഉറപ്പ്? എന്റെ മോളുടെ ജീവനെങ്കിലും ഞാൻ കാക്കണ്ടേ? കൊന്നുകളഞ്ഞാലോ? താൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് പറയാനാ? അവളെക്കുറിച്ച് ഇങ്ങനെയുള്ള സംശയങ്ങൾ മനസ്സിലിട്ട് നടക്കുമ്പോൾ വല്ലപ്പോഴൊരിക്കൽ ഞാനൊന്ന് വിളിച്ച എന്നോട് പറയുന്നത് എന്താണെന്ന് അറിയാവോ? അച്ഛൻ്റെ മോളെ എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്തിന് ഇന്നിങ്ങോട്ട് വരാൻ റോഡിൽ നിൽക്കുമ്പോൾ കാറ് കൊണ്ടൊന്ന് നിർത്തിയിട്ട് അവൻ പിന്നെ സ്നേഹം കാണിക്കാൻ. അച്ഛൻ വണ്ടി കയറാതെ ഞാൻ വണ്ടി മുന്നോട്ട് എടുക്കില്ല എന്ന് ശഠിച്ചു. ഇതിൽ നല്ല മരുമോനെ എവിടെ കിട്ടാനാ? ഗംഗാധരേട്ടൻ മൈഥിലിയുടെ അടുത്തേക്കൊന്ന് ചെല്ല്. അവളെ ഒന്ന് ആശ്വസിപ്പിക്കേ. ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറ. എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. മകനോടായിരിക്കും വാത്സല്യമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ആരുടെയൊക്കെ മുന്നിൽ തോറ്റുപോയാലും എൻ്റെ മോള് ജയിച്ചു നിൽക്കുക ഈ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ. അവസാനമായിട്ട് ഒരു യാചനയേ ഉള്ളൂ. നിങ്ങളുടെ ഈ കരുതല് കളയലേ ജഗന്നാഥ. യാചിക്കാൻ പോലും എനിക്കധികം ആളൊന്നുമില്ല. അതുകൊണ്ടാ. പാവം, കണ്ണീരല്ല പൊടിയുന്നത്, ചോരയാ. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ ആ ദുഷ്ടന്.